ഇഷ്ടപൂക്കും സ്നേഹസന്ധ്യ വിരുന്ന് വന്നേ, ഇഷ്ടമേറെ ചൊന്നിടാം ഞാൻ ഹബീബിൽ പൊന്നേ. മിസ്ക് വീശും പൂമദീന മനസ്സിൽ നിന്നേ, മുസ്തഫ നബി തങ്ങളിൽ ഇശൽ പാടുന്നേ. ഇഷ്ടപൂക്കും സ്നേഹസന്ധ്യ വിരുന്ന് വന്നേ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. وكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. وكن غناي الذي ما بعده فلس، وكن فكاكي من أغلال عصياني. تحية الصمد المولى ورحمته ما غنت الورق في أوراق أغصاني. صبح طیبہ میں ہوئی بڑھتا ہے بالا نور کا، آیا ہے تارا نور کا، آیا ہے سارا نور کا. സർവാദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുസ്മരണത്തോട് അനുബന്ധിച്ച് പ്രവാചക പ്രകീർത്തനത്തിൻ്റെ ലോകകാവ്യമായ ബുർദത്തുൽ മുശറഫയുടെ പാരായണവും മഹാന്മാരായ മദ്ഹബിൻ്റെ ഇമാമുകളെ സ്വീകരിക്കുന്നതിൻ്റെയും അംഗീകരിക്കുന്നതിൻ്റെയും ആവശ്യകതയും പ്രാധാന്യവും പരിചയപ്പെടാനുള്ള വൈജ്ഞാനിക വേദിയുമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം സമ്പൂർണമാക്കി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരൊറ്റ മതമേ ഉള്ളൂ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന ഏക പ്രത്യയശാസ്ത്രം അത് ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ആരെങ്കിലും ഇസ്ലാമല്ലാത്ത മതത്തെ ആദർശമായി സ്വീകരിച്ചാൽ അള്ളാഹു അവനിൽ നിന്ന് സ്വീകരിക്കില്ല എന്നു മാത്രമല്ല, പരലോകത്ത് അവൻ പരാജിതനാണ് എന്നുകൂടി ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു.
അള്ളാഹുവിൻ്റെ മതത്തെ മനുഷ്യലോകത്തിന് അവരുടെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, ബുദ്ധിവികാസം, സാമൂഹിക ചുറ്റുപാട്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഓരോ കാലഘട്ടത്തിലും അനുസൃതമായ വിധത്തിൽ അല്ലാഹു തആല പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ചു തന്നു. ആദം അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് ആദിമ മനുഷ്യന്റെ പ്രകൃതിക്കും ചുറ്റുപാടുകൾക്കും അനുസരിച്ചുള്ള നിയമമാണ് നൽകിയത്. ഈസാ അലൈഹിസ്സലാമിന് ഇസ്രായേല്യരുടെ അക്കാലഘട്ടത്തിലെ സാമൂഹിക ചുറ്റുപാടുകൾക്ക് അനുസൃതമായ ആരാധനയും ആചാരമുറകളുമാണ് നൽകിയത്. കർമ്മപരമായും അനുഷ്ഠാനപരമായും ഓരോ കാലഘട്ടത്തിനും വ്യത്യസ്തമായ ഭാവങ്ങളും സ്വഭാവങ്ങളും ഉണ്ടെങ്കിലും ആദർശപരമായും അടിസ്ഥാനപരമായും എല്ലാ പ്രവാചകന്മാരുടെയും സമുദായത്തിൻ്റെയും വിശ്വാസം ഒന്നു തന്നെയായിരുന്നു. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ വചനം അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്ന തൗഹീദിന്റെ വചനമാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ തൗഹീദ്, ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ തൗഹീദ്, പിൽക്കാലത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും മുർസലുകളുടെയും തൗഹീദ്, അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അടിസ്ഥാനപരമായി തൗഹീദിന്റെ പ്രചരണമാണ് പ്രവാചകന്മാരെല്ലാം അതാതു കാലഘട്ടങ്ങളിൽ നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ അന്ത്യപ്രവാചകരായ ലോകൈക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പവിത്രമായ ദീനിന്റെ അടിസ്ഥാനപരമായ തൗഹീദിനെ ലോകത്ത് പ്രചരിപ്പിക്കുകയും വിശുദ്ധമായ ദീനിന്റെ പ്രവാചകത്വപരമായ പൂർത്തീകരണം നിർവഹിക്കുകയും ചെയ്തു. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു പുരുഷന്റെ പിതാവോ ഒരു പിതാവിന്റെ പുത്രനോ കേവലമായ വാചകങ്ങളിൽ പറയപ്പെടേണ്ടയാളല്ല. വലാകിൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതനാണ്. വഖാതമൻ നബിയ്യീൻ, എല്ലാ പ്രവാചകന്മാരുടെയും പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇനിയൊരു പുതിയ പ്രവാചകത്വപരമായ പ്രബോധനം ഇവിടെ വരാനില്ല. ഈസാ അലൈഹിസ്സലാമിന്റെ സമാഗമം, പുനരാഗമനം വരാനുണ്ടെങ്കിലും ആദർശപരമായോ കർമ്മപരമായോ പുതിയൊരു വ്യവസ്ഥിതിയുമായിട്ടല്ല ഈസാ നബി അലൈഹിസ്സലാം വരുന്നത്. അപ്പോൾ പ്രവാചകത്വപരമായി ഇസ്ലാമിക പ്രചരണത്തിന്റെ പരിപൂർത്തീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുകയും അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജ് വേളയിൽ മാനവീക ലോകത്തിന്റെ സമക്ഷത്തിൽ ആധികാരികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ പവിത്ര വചനങ്ങളെ പാരായണം ചെയ്തു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നിവിടെ പരിശുദ്ധമായ ഇസ്ലാമിനെ അതിൻ്റെ അളവിലും അർത്ഥത്തിലും അതിൻ്റെ ആക്കത്തിലും തൂക്കത്തിലും
അതിൻ്റെ അനുപാതത്തിലും ക്രമത്തിലും ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഗുണത്തിലും ഗണത്തിലും പരിശുദ്ധമായ ഇസ്ലാമിനെ പൂർത്തീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് യാത്രയായത്. അതേസമയം ഈസാ നബി അലൈഹിസ്സലാം മുൻകാല പ്രവാചകന്മാരെല്ലാം ഇനിയും പലതും പറവാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാനൊക്കത്തില്ല, കാര്യസ്ഥൻ വരും, എല്ലാം വിശദീകരിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻകാല പ്രവാചകന്മാർ യാത്രയായത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനിയൊരു പ്രവാചകൻ ഇവിടെ വരാനില്ല, അവസാനത്തെ പ്രവാചകനാണെന്നും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പൂർത്തീകരണം സാധ്യമായാൽ ഇനിയൊരു പ്രവാചകരുടെ ആഗമനത്തിന്റെ പ്രസക്തിയില്ല എന്ന സുതാര്യമായ വസ്തുതയും ലോകത്തെ അറിയിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ മുഴുവൻ നിയമങ്ങളെയും മാനവീക ലോകത്തിന് ആവശ്യമായ മുഴുവൻ ആരാധനാമുറകളെയും ആചാരക്രമങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിശുദ്ധമായ ഇസ്ലാം സമ്പൂർത്തീകരിച്ച് ലോകത്തിന് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുയായികളായ സ്വഹാബികളെ മാനവീക ലോകത്തിന് മുമ്പിൽ സാക്ഷിയാക്കി, കദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. ഇന്നിതാ ഇവിടെ പരിശുദ്ധമായ ഇസ്ലാമിനെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി അപ്പുറത്തേക്ക് ഈ കടന്നു വരുന്ന തലമുറകൾക്ക് മുഴുവനും ഈ ഇസ്ലാമിനെ ലഭിക്കുവാനുള്ള മാനദണ്ഡം എന്താണ്? സ്വഹാബത്തിനെ സംബോധന ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ, അപ്രകാരം നിങ്ങളെ പ്രാമാണിക സമുദായമാക്കി മാറ്റിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലിതകൂനൂ ശുഹദാഅ അലന്നാസ്, വരുന്ന തലമുറകൾക്ക് മുഴുവനും നിങ്ങൾ പ്രമാണമാകാൻ. വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ, നിങ്ങൾ പ്രാമാണയോഗ്യരാണെന്നും പ്രാമാണിക സമുദായമാണെന്നും പ്രമാണയോഗ്യരാണെന്നുമുള്ളതിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാക്ഷ്യപത്രം കൊടുത്ത് മഹാന്മാരായ സ്വഹാബത്തിനെ ലോക ജനതയുടെ മുമ്പിലെ സ്വീകാര്യോഗ്യതയ്ക്കുള്ള തെളിവുകളായി സമർപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പവിത്രമായ ഇസ്ലാമിന്റെ മുഴുവൻ അടിസ്ഥാന നിയമങ്ങളും ന്യൂനതകളില്ലാതെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നമ്മളാണ് പരിശുദ്ധമായ ഖുർആനിനെ, വിശുദ്ധമായ ഇസ്ലാമിനെ, അതിന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളെ അവതരിപ്പിച്ചത്. എന്നാൽ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നമ്മൾ തന്നെയാണ് അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല ഉത്തരവാദിത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വിശാലമായി കടന്നു പോകാനുള്ള സാഹചര്യമില്ല, സന്ദർഭമില്ല. വളരെ ലളിതമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള പ്രവാചകനാണ്. റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, നിങ്ങളിലേക്ക് മുഴുവനും ഉള്ള പ്രവാചകനാണ്. അറബികളുടെ മാത്രമല്ല, 6-ാം നൂറ്റാണ്ടുകാരുടെ മാത്രമല്ല, അവഗണിക്കപ്പെടുന്നവരുടെ മാത്രമല്ല, ആധുനികതയുടെ മാത്രമല്ല, പൗരാണികതയുടെ മാത്രമല്ല, അത്യാധുനികതയുടെ മാത്രമല്ല, ലോക ജനവിഭാഗത്തിലേക്ക് മുഴുവനും നിയുക്തരായ അന്ത്യപ്രവാചകർ, പുണ്യപ്രവീണർ, പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുടെയും മനോഗതികളെയും വിചാരങ്ങളെയും അന്വേഷണ മേഖലകളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം, എന്റെ സമുദായം ഇനി അങ്ങോട്ട് കടന്നു പോകാനുള്ള കാലം എത്രയാണ്.
അവരുടെ അഡ്വാൻസ്ഡ് ടെക്നോളജികൾ കടന്നു വരുന്ന യുഗത്തെക്കുറിച്ച് കാലേ കൂട്ടി അറിവുള്ള നേതാവാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ ഡെവലപ്മെന്റുകൾ നടക്കുമ്പോഴും അതിന്റെ ടെക്നോ റെവല്യൂഷൻ നടക്കുമ്പോഴും സാങ്കേതിക വിപ്ലവത്തിന്റെയും ശാസ്ത്രീയ മുന്നേറ്റത്തിന്റെയും കാലഘട്ടത്തിൽ ഒരു മുസ്ലിമിനുയരുന്ന സംശയത്തിന് മറുപടി പറയാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. ചൊവ്വയിലേക്ക് സഞ്ചാരം തുടങ്ങുകയും ചന്ദ്രനിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ആലോചിക്കുകയും മറ്റു ഗ്രഹങ്ങളെ കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും ബഹിരാകാശ സഞ്ചാരികൾ വ്യാപകമായി കടന്നു പോവുകയും അധോലോക അന്വേഷണങ്ങൾ പുരോഗമിക്കുകയും സമുദ്രാന്തർതലത്തിലേക്ക് ശാസ്ത്രകാരന്മാർ ഊളിയിടുകയും അങ്ങനെ അന്വേഷണത്തിന്റെയും ഗവേഷണത്തിന്റെയും നിരീക്ഷണത്തിന്റെയും പരീക്ഷണത്തിന്റെയും പര്യവേക്ഷണത്തിന്റെയും പ്രാപഞ്ചിക ഘടനകളെ മുഴുവനും കാലേ കൂട്ടി വിലയിരുത്തിയിട്ടുള്ള ഇസ്ലാമിനെ ആയിരിക്കണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകേണ്ടത്. കാരണം ഖാത്തമുൻ നബിയീനാണ്. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, എല്ലാവർക്കുമുള്ള നബിയാണ്. അതുകൊണ്ട് ആരെയും പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മദീനയുടെ മലർവനിയിൽ ഗുംബദെ ഖസറായിന്റെ താഴെയുള്ള പവിത്രമായ വീടിന്റെ അകത്തളത്തിൽ ആയിഷത്തു തുഹറ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് ലോകത്തോട് യാത്ര ചോദിക്കുമ്പോൾ അത്യാധുനികതയുടെയും ആധുനാധുനികതയുടെയും മോഡേണിസത്തിന്റെയും പോസ്റ്റ് മോഡേണിസത്തിന്റെയും മോസ്റ്റ് മോഡേണിസത്തിന്റെയും അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെയും മോഡേൺ ടെക്നോളജിയുടെയും എല്ലാം യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് സ്വീകരിക്കേണ്ട നിയമങ്ങളുടെ റൂട്ട് ഫോമുകൾ ലോകത്ത് അവതരിപ്പിച്ചിട്ടായിരിക്കണം യാത്രയാകേണ്ടത്. ചരിത്രം കൃത്യമായി വിലയിരുത്തുമ്പോൾ അങ്ങനെയാണ് ബോധ്യം വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ നിയമങ്ങളെയും അനിവാര്യമായ പ്രത്യയശാസ്ത്രങ്ങളെയും ആത്യന്തികമായി ആവശ്യമുള്ള വ്യവസ്ഥിതികളെയുമെല്ലാം കാലേ കൂട്ടി അറിയിച്ചു തരൽ ആവശ്യമാണ് എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വഫാത്തായി കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ തന്നിട്ടല്ല പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണത്തിന്റെ സീഡികൾ നമ്മളെ ഏൽപ്പിച്ചിട്ടല്ല പോയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രഭാഷണത്തിന്റെ ഓഡിയോ റെക്കോർഡുകൾ നമ്മുടെ കയ്യിൽ നൽകിയിട്ടല്ല പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളുടെയും പ്രവൃത്തികളുടെയും സമ്മതങ്ങളുടെയും അഥവാ അവിടുത്തെ അഖ്വാലുൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തികളുടെയും സമ്മതങ്ങളുടെയും വചനങ്ങളുടെയും സമാഹാരമാകുന്ന ഹദീസ് ഒരു ഗ്രന്ഥരൂപത്തിൽ നമ്മുടെ കയ്യിൽ നൽകിയിട്ടല്ല പോയത്. പരിശുദ്ധമായ ഖുർആൻ 2 ചട്ടയ്ക്കുള്ളിൽ ബൈൻഡ് ചെയ്തൊരു പുസ്തകമായി കൊടുത്തിട്ടല്ല പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ട പവിത്രമായ ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോ പരിശുദ്ധമായ ഖുർആനിനെ സ്വഹാബികളുടെ മനോഗതി മനതലങ്ങളിൽ അടയാളപ്പെടുത്തി മനപ്പാഠമാക്കി കൊടുത്തിട്ടാണ് പോയത്. പരിശുദ്ധമായ ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തികളുടെയും വചനങ്ങളുടെയും സാക്ഷ്യങ്ങളുടെയും സമാഹാരമായതുകൊണ്ട് അതെല്ലാം മഹാന്മാരായ സ്വഹാബികളുടെ ഇടയിൽ ലയിച്ചു കിടക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത്, ഈ 2 കാര്യങ്ങളെയും നിങ്ങൾ മുറുകെ പിടിച്ചാൽ, ഈ 2 കാര്യങ്ങളെയും മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ അബദ്ധ സഞ്ചാരികളാവുകയില്ല. അതേതൊക്കെയാണ്? അള്ളാഹുവിന്റെ പവിത്രമായ വേദമാകുന്ന ഖുർആൻ, അതിന്റെ വിശദാംശങ്ങളാകുന്ന തിരുസുന്നത്ത്, ഇത് 2ഉം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടാണ് പോകുന്നത്. ഇതിനെ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾക്ക് മാർഗഭ്രംശമുണ്ടാവില്ല,
നിങ്ങൾക്ക് വഴികേടായി പോവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിനെ സ്വഹാബത്ത് ശിരസാ വഹിച്ചു. സ്വഹാബത്ത് അതിനെ ഏറ്റെടുത്തു. അവരുടെ കാലഘട്ടങ്ങളിൽ പരിശുദ്ധമായ ഖുർആനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വ്യാഖ്യാനങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളുടെയും പ്രവൃത്തികളുടെയും ശരിയായ മാനങ്ങളെയും കൃത്യമായ മാനദണ്ഡങ്ങളെയും മനസ്സിലാക്കി അവരവരുടെ ജീവിതത്തിൽ പുലർത്തുകയും മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അന്യോന്യമായ ഇസ്ലാമിക പ്രചരണത്തിന്റെ വളരെ കൃത്യമായ വഴി മുന്നോട്ട് പോയി. സ്വഹാബാ കിറാമിന്റെ ഇടയിൽ എല്ലാ പ്രവാചക വചനങ്ങളും ഉൾക്കൊണ്ടവരല്ല എല്ലാ സ്വഹാബികളും. അപ്പോൾ ഒരു വിഷയത്തിൽ സംശയമുണ്ടായാൽ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞു എന്നറിയാൻ അടുത്ത സ്വഹാബിയോട് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നാലിന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഏത് കൈകൊണ്ടാണ് കഴിച്ചത്, ഈ വിഷയം അറിയാൻ ലഭ്യമാകാത്ത സ്വഹാബി മറ്റൊരു സ്വഹാബിയോട് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് പാലിച്ച നിയമങ്ങൾ എല്ലാ സ്വഹാബികളും കണ്ടിട്ടില്ല. കാണാത്ത സ്വഹാബികൾ കണ്ട സ്വഹാബികളിൽ നിന്ന് പഠിക്കും. അങ്ങനെ പരസ്പരം സ്വഹാബാ കിറാമിന്റെ ഇടയിൽ ആദാന പ്രദാനങ്ങളിലൂടെ വൈജ്ഞാനിക ദാനങ്ങൾ നടന്നു. അവരത് കണ്ടറിയുകയും മനസ്സിലാക്കി പഠിക്കുകയും ചെയ്തു. പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാന തലങ്ങൾ എന്താണ്, അത് സ്വഹാബത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് പഠിച്ചു. താബിഈങ്ങൾ സ്വഹാബാക്കളിൽ നിന്ന് പഠിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളും പ്രവൃത്തികളും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്ത തലമുറ സ്വഹാബത്തിലൂടെയും താബിഈങ്ങളിലൂടെയും അവസാനിക്കാൻ പോവുകയാണ്. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും സ്വഹാബാക്കളെ പോലെ വ്യാപകമായ ഹദീസുകളെ അന്വേഷിച്ച് പഠിക്കുവാനുള്ള സാഹചര്യമില്ല. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും താബിഈകളെ പോലെ സ്വഹാബികളോട് ചോദിച്ചു പഠിക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്തെ പുതിയ വിപ്ലവത്തിന്റെ വഴിത്താര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 4 മദ്ഹബിന്റെ ഇമാമുകളുടെ കാലം വരുന്നത്. അതിൽ ഒന്നാമത്തെ ഇമാം ആരാണ്? 1-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ 14ഓളം സ്വഹാബികളെ കാണാൻ ഭാഗ്യമുണ്ടായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ പ്രമുഖരായ സ്വഹാബികളെ കണ്ടിട്ടുണ്ടെന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കയിലും മദീനയിലുമുള്ള ചില സ്വഹാബികളിൽ നിന്ന് കേട്ടിട്ടുണ്ടെന്ന അഭിപ്രായവും ചരിത്രത്തിൽ കാണാം. ഏതായാലും 14ഓളം സ്വഹാബികളെ കാണാൻ ഭാഗ്യം ലഭിച്ച മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തൊട്ടുടനെ തന്നെ ലോകത്തോട് പിറവിയെടുത്ത 1-ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിൽ മാനവികതയ്ക്ക് പ്രകാശം പരത്താൻ കടന്നുവന്ന ഇമാമുൽ മദീന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. പിന്നീട് കടന്നുവന്ന 2-ാം നൂറ്റാണ്ടിന് ലോകത്തിന് ലഭിച്ച മഹാദാനമായ നമ്മളിവിടെ സ്മരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മുടെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ശിഷ്യനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തമ നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞ 1-ാം നൂറ്റാണ്ടിന്റെയും 2-ാം നൂറ്റാണ്ടിന്റെയും 3-ാം നൂറ്റാണ്ടിന്റെയും സാക്ഷ്യങ്ങളാണ് മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ നടന്ന കർമ്മം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പ്രവർത്തനങ്ങളുടെയും വാക്കുകളുടെയും യഥാർത്ഥ പൊരുളുകൾ എന്താണെന്ന് എല്ലാവർക്കും പിൽക്കാലത്ത് ലഭ്യമാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവകളെ മുഴുവനും സമാഹരിക്കുക, അതിൽ നിന്ന് ജനങ്ങൾക്ക് പ്രായോഗികമായ രൂപത്തിൽ നിയമങ്ങളെ ക്രോഡീകരിച്ചു കൊടുക്കുക, ഇതായിരുന്നു ഈ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ദൗത്യം. ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈനയും സുഫിയാനു സൗരിയും അടക്കമുള്ള മഹാന്മാരായ ആളുകൾ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരാണ്. 4 മദ്ഹബിന്റെ ഇമാമുകൾ മാത്രമല്ല, നിരവധി മഹാന്മാരായ സമശീർഷരായ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ചെയ്ത ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളെയും പ്രവൃത്തികളെയും എല്ലാം അവർ സമാഹരിച്ചു. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കണ്ടും അറിഞ്ഞും കേട്ടും പഠിച്ചു.
വഫാത്തിനു ശേഷമുള്ള സ്വഹാബികൾ പരസ്പരം കൊടുത്തും വാങ്ങിയും പഠിച്ചു. താബിഈങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു പഠിച്ചു. എന്നാൽ പിൽക്കാലത്ത് വരുന്ന ആളുകൾ ഇനി എങ്ങനെയാണ് ഇസ്ലാമിനെ അറിയുക? പിൽക്കാലത്ത് വരുന്ന ആളുകൾ എങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കുക? അതിനുള്ള ഉപാധിയാണ് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ ലഭ്യമായ വിജ്ഞാന ശാഖകളെ മുഴുവനും സമാഹരിച്ചിട്ട് ജനങ്ങൾക്ക് ആവശ്യമായ പ്രാക്ടിക്കലി പരിശുദ്ധമായ ഇസ്ലാമിനെ ക്രമീകരിച്ചു. അവരെന്താണ് ചെയ്തതെന്നറിയുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളൂഉമായി ബന്ധപ്പെട്ട നിരവധി ഹദീസുകൾ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളൂഉമായി ബന്ധപ്പെട്ട വ്യത്യസ്ത നിവേദനങ്ങൾ മിഷ്കാത്തിലുണ്ട്. ഈ വ്യത്യസ്ത നിവേദനങ്ങളിൽ നിന്നെല്ലാം സമാഹരിച്ചുകൊണ്ട് വുളൂഇന്റെ രൂപത്തെ എഴുതി വെച്ചു പ്രത്യേകമായി ജനങ്ങൾക്ക് പഠിക്കാൻ. 200-300 ഹദീസുകൾ ഒരുപക്ഷെ വുളൂഇനെ കുറിച്ചുണ്ടാകാം. ഈ ഹദീസുകൾ മുഴുവനും പഠിക്കാനും അത് ഉൾക്കൊള്ളുവാനും സാധാരണക്കാരായ ജനങ്ങൾക്ക് കഴിയില്ല. ജനങ്ങൾക്ക് വേണ്ടത് വുളൂ എടുക്കേണ്ട രൂപമാണ്, ക്രമമാണ്. നൂറുകണക്കിന് ഹദീസുകളിൽ വ്യാപിച്ചു കിടക്കുന്ന നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വുളൂഇന്റെ കൃത്യമായ പ്രായോഗികമായ രൂപം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നു. ഇതാണ് 4 മദ്ഹബിന്റെ ഇമാമുകളും ചെയ്ത ദൗത്യം. അല്ലാതെ അവരുടെ വകയായി ഒരു അന്വേഷണമോ ഒരു ചിന്തയോ സമർപ്പിച്ചിട്ടില്ല. മദ്ഹബിന്റെ വിരോധികളായ ബിദ്ഈ കക്ഷികൾ ഇസ്ലാമിക ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം അറിയാത്തവരാണ്. അവർക്ക് മുസ്ലിം സമുദായത്തിന്റെ വൈജ്ഞാനിക പാരമ്പര്യത്തെക്കുറിച്ച് പരിചയമില്ല. അവർ വിചാരിച്ചത് ഏതോ ചില ചിന്തകളെയും ഐൻസ്റ്റൈന്റെ സിദ്ധാന്തത്തെ പോലെ, ന്യൂട്ടന്റെ തിയറിയെ പോലെ, കാൾസാഗന്റെ ദർശനത്തെ പോലെ, ഓഷോയുടെ ചിന്തയെ പോലെ, നീഷയുടെ വിചാരത്തെ പോലെ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലെ, ലെനിനിസ്റ്റ് ദർശനങ്ങളെ പോലെ ഏതെങ്കിലും ചില ദർശനങ്ങളെ അവതരിപ്പിച്ചവരാണ് 4 മദ്ഹബിന്റെ ഇമാമുകൾ എന്ന് തെറ്റിദ്ധരിച്ച ശുദ്ധ അസംബന്ധമാണ് ബിദ്ഈ കക്ഷികൾ ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചത്. വിശദമായി ഞാൻ കടന്നു പോകുന്നില്ല. അപ്പോൾ മദ്ഹബിന്റെ ഇമാമുകൾ അടിസ്ഥാനപരമായി ചെയ്തത് ലഭ്യമായ ആയത്തുകളുടെയും ഹദീസുകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ പ്രായോഗികമായ ഇസ്ലാമിനെ അവതരിപ്പിച്ചു. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ മദ്രസയിലേക്ക് ചെല്ലുമ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇസ്ലാം കാര്യം 5 ആണ്, അവകൾ അറിയൽ ഫർളാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഈമാൻ കാര്യം 6 ആണ്, അവകൾ അറിയൽ ഫർളാണ് എന്ന്. എന്നാൽ ഈ കാര്യങ്ങൾ എവിടുന്നാണ് കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു കൊണ്ട് ചോദിക്കുന്ന ഹദീസു ജിബ്രീൽ എന്ന ലോകപ്രസിദ്ധമായ ഹദീസിനെ അക്കമിട്ട് അടയാളപ്പെടുത്തിയ കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളുമെല്ലാം. ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുകണക്കിന് ഹദീസുകളിൽ പരന്നു കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളൂഇന്റെ രൂപത്തിൽ നിന്ന് വുളൂഇന്റെ ഫർളുകൾ എത്ര എന്ന് അടയാളപ്പെടുത്തിയെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെയും പരിശുദ്ധമായ ഖുർആനിനെയും അവിടുത്തെ തിരുഹദീസുകളെയും പഠിച്ചു. അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ചില ആളുകൾ പറയും, ഖുർആനും സുന്നത്തും നോക്കിയാൽ മതി, ഞങ്ങൾക്ക് ഹദീസും ഇമാമീങ്ങളും ഒന്നും വേണ്ട എന്ന്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ സ്വഹീഹുൽ ബുഖാരി എടുത്തു വെച്ചുകൊണ്ട് വുളൂ ചെയ്യാൻ ശ്രമിച്ചാൽ അയാൾക്ക് വുളൂഇന്റെ ശർത്തുകൾ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ബിദ്ഈ ചിന്താഗതിക്കാരന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ 10,000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരി എടുത്തു വെച്ചുകൊണ്ട് വുളൂഇന്റെ ഫർളുകൾ ഇത്രയാണെന്ന് അടയാളപ്പെടുത്തിയ ഹദീസോ, വുളൂഇന്റെ ശറത്തുകൾ ഇത്രയാണെന്ന് എണ്ണി പറയുന്ന ഹദീസോ, വുളൂഇന്റെ സുന്നത്തുകൾ ഇത്രയാണെന്ന് എണ്ണി പറയുന്ന ഹദീസോ, അത് ഹദീസിന്റെ ശൈലിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ ചെയ്തതിന്റെ ചിത്രീകരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതിന്റെ ചിത്രീകരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ പിക്ചറൈസേഷൻ ഓർ നരേഷൻ, അതാണ് പരിശുദ്ധമായ ഹദീസിൽ കാണുന്നത്.
ആ ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൈ കഴുകിയത് സുന്നത്താണ്. അഥവാ അത് വിട്ടുപോയാലും വുളൂഇന് തകരാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയത് സുന്നത്താണ്. അഥവാ ഒഴിഞ്ഞു പോയാലും വുളൂഇന് തകരാറില്ല. പക്ഷേ സുന്നത്തായതുകൊണ്ട് പുണ്യമുള്ളതാണ്, വിട്ടുപോകാതെ സൂക്ഷിക്കണം. മുഖം കഴുകിയത് നിർബന്ധമാണ്, അത് വിട്ടുപോയാൽ വുളൂ ഇല്ല. നിയ്യത്ത് ചെയ്തത് അനിവാര്യമാണ്, അതൊഴിവായാൽ വുളൂ പറ്റില്ല. കൈ കഴുകുമ്പോൾ മുട്ടുൾപ്പെടെ കഴുകേണ്ടത് വുളൂഇന്റെ അനിവാര്യ ഘടകമാണ്, അത് വിട്ടുപോകാൻ പാടില്ല. ഇനി ഒരുപക്ഷെ ഒരു പ്രാവശ്യമേ കഴുകിയുള്ളൂ എങ്കിലും രക്ഷപ്പെടാവുന്നതാണ്. ഇങ്ങനെ തുടങ്ങി വുളൂഇന്റെ കൃത്യമായ വിവരങ്ങളെ, അതിന്റെ അനിവാര്യമായ ഘടകങ്ങൾ, ഒഴിച്ചുകൂടാനാവാത്ത ഭാഗങ്ങൾ, ഒഴിഞ്ഞുപോയാൽ അബദ്ധമില്ലാത്ത ഭാഗങ്ങൾ, അതുപോലെ തന്നെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട കാര്യങ്ങൾ, ഇതക്കമിട്ട് പറയുക എന്ന ദൗത്യമാണ് മദ്ഹബിന്റെ ഇമാമുകൾ നിർവഹിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്ത് സഹീഹുൽ ബുഖാരി എടുത്തു വെച്ചുകൊണ്ട് വുളൂഇന്റെ ഫർളുകൾ എണ്ണി പറയാനോ അല്ലെങ്കിൽ വുളൂഇന്റെ സുന്നത്തുകൾ അക്കമിട്ട് പറയാനോ പരിഭാഷ വായിക്കുന്ന പ്രാഥമിക വായനക്കാരന് സാധ്യമല്ല. അതുകൊണ്ടാണ് മദ്ഹബ് വിരോധത്തിന്റെ ജമാഅത്ത് ചിന്താഗതികൾ അസംബന്ധമാണെന്ന് പ്രാമാണികമായി നമുക്ക് പറയേണ്ടി വരുന്നത്. മദ്ഹബിന്റെ ഇമാമുകളെ അംഗീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അത്തിവാരത്തിനെതിരെയുള്ള സമരമാണെന്ന് സമർത്ഥിക്കേണ്ടി വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒരാൾ എങ്ങനെ വുളൂ എടുക്കണമെന്ന് ആയിരക്കണക്കിന് ഹദീസുകൾ പഠിച്ചുകൊണ്ട് അതിന്റെ ബലാബലങ്ങളെ വിലയിരുത്തി അതിൽ ഐച്ഛികമേത് അനിവാര്യമേത്, ഒഴിവാക്കിയാൽ കുഴപ്പമില്ലാത്തതേത്, ഒഴിവായാൽ പരിഗണിക്കപ്പെടാത്തതേത് തുടങ്ങിയുള്ളത് മുഴുവനും സെക്ടർ വൈസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയിട്ട് അക്കമിട്ട് അടയാളപ്പെടുത്തി തരിക എന്ന ദൗത്യമാണ് ഇമാമുൽ മുസ്ലിമീൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമു സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു പോലെയുള്ള മദ്ഹബിന്റെ ഇമാമുകൾ നിർവഹിച്ചിട്ടുള്ള ഡ്യൂട്ടി അതാണ്. ഇനി എനിക്ക് 4 മദ്ഹബും ബാധകമല്ല, എനിക്കതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഖുർആനും സുന്നത്തും മതി, ഖുർആൻ ട്രാൻസ്ലേഷനും ഹദീസ് പരിഭാഷയും മതി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലെ ഏതെങ്കിലും മുസ്ലിം സഹോദരനുണ്ടെങ്കിൽ സൗമ്യമായൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ കൈവശമുള്ള ഖുർആൻ പരിഭാഷ വെച്ച്, നിങ്ങളുടെ കയ്യിലുള്ള ഹദീസ് ട്രാൻസ്ലേഷൻ വെച്ച് വുളൂഇന്റെ ശർത്തും ഫർളും സുന്നത്തും എണ്ണി അടയാളപ്പെടുത്തി തരാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ല. കൂടുതൽ ഗഹനമായ വിഷയങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. പ്രാഥമികമായ ഒരു മുസ്ലിം ദിവസേന നിർബന്ധമായും 5 നേരത്തെ നിസ്കാരത്തിന് അംഗസ്നാനം നടത്തുമ്പോ അതിന്റെ നിയമങ്ങളെ എങ്ങനെയാണ് പാലിക്കേണ്ടതെന്ന് അക്കമിട്ട് അടയാളപ്പെടുത്തി തരുന്ന ഡ്യൂട്ടിയാണ് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ നിർവഹിച്ചിട്ടുള്ളത്. 4 പേര് മാത്രമല്ല ഈ ഡ്യൂട്ടി നിർവഹിച്ചത്. സുഫിയാൻ ഇബ്നു ഉയൈനയും സുഫിയാനു സൗരിയും പോലെയുള്ള അക്കാലഘട്ടത്തിലെ മഹാന്മാര് മുഴുവനും ഈ ദൗത്യത്തിലായിരുന്നു. പക്ഷേ അവരുടെ ഗവേഷണ വഴികളെയും അവരുടെ ഗവേഷണ താവഴികളെയും കൃത്യമായി ചരിത്രം സംരക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ് നമുക്ക് ലഭ്യമാകാത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ മദ്ഹബിന്റെ ഇമാമുകൾ ചെയ്ത ദൗത്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് കണ്ടുപഠിച്ച സ്വഹാബത്തിന്റെ ഭാഗ്യമില്ലാത്ത, സ്വഹാബത്തിനോട് ചോദിക്കാൻ അവസരം കിട്ടാത്ത, താബിഉകളുടെ അവസരമില്ലാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ല, പിൽക്കാലക്കാരായ ജനവിഭാഗങ്ങൾക്ക് മുഴുവനും പവിത്രമായ ഇസ്ലാമിന്റെ കർമ്മകാണ്ഡങ്ങളെയും അനുഷ്ഠാനമുറകളെയും ആചാരതലങ്ങളെയും ആധികാരികമായി അനുധാവനം ചെയ്യാനുള്ള അന്യൂനമായ വഴി ഏതാണ് എന്ന് അടയാളപ്പെടുത്തുകയാണ് ഇമാമിയങ്ങൾ ചെയ്തത്. അല്ലാതെ അവരുടെ വകയായി ഒന്നും അവര് പറഞ്ഞിട്ടില്ല. ഐൻസ്റ്റൈനെ പോലെ ഇവിടെയുള്ള ഏതെങ്കിലും പ്രകൃതിവാദത്തെക്കുറിച്ച് ആലോചിച്ച് E=mc² അടയാളപ്പെടുത്തിയതുപോലെയല്ല വുളൂഇന്റെ ഫർളുകൾ 6 ആണെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അവിടുന്ന് ന്യൂട്ടന്റെ അടുക്കൽ ആപ്പിള് വീണപ്പോ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചതുപോലെയല്ല തയമ്മുമിന്റെ നിയമം ഇമാമുന ശാഫിഈ പറഞ്ഞത്.
അതുപോലെ തന്നെ ലോകാവസാനത്തിന്റെയും ഉൽപ്പത്തിയുടെയും സിദ്ധാന്തത്തെ കുറിച്ച് തോന്നിയതെഴുതി വെച്ച കാൾസാഗന്റെ പ്രപഞ്ച സിദ്ധാന്തത്തെ പോലെയല്ല ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അനന്തരാവകാശ നിയമങ്ങളെ അടയാളപ്പെടുത്തിയത്. വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാനുള്ള സാവധാനമില്ല. ഏതായാലും ചുരുക്കി പറയട്ടെ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര വചനങ്ങളുടെയും വിശുദ്ധ ജീവിതത്തിന്റെയും മഹനീയമായ വഴികളെ എല്ലാത്തിലും ഉപരി അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധമായ ഖുർആനിനെ ഗവേഷണ സ്വഭാവത്തോടെ വിലയിരുത്തി നിയമങ്ങളെ നിർദ്ധാരണം ചെയ്ത് വിഷയങ്ങളെ അടയാളപ്പെടുത്തി തരികയാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇമാമുകൾ ചെയ്തത്. നമ്മളെപ്പോലെ കേവലം ഒരു ജസ്റ്റ് ട്രാൻസ്ലേഷൻ ഓഫ് ഖുർആൻ അത് മതിയായിരുന്നു ഇസ്ലാമിനെങ്കിൽ അല്ലാഹു തആലക്ക് ഖുർആൻ ഇറക്കി തന്നാൽ മതിയായിരുന്നു. ഖുർആൻ മാത്രം ഇറക്കി തന്നാൽ ലോകത്തിന് മതിയാവുകയില്ല. അതിന്റെ കൂടെ ഒരു നബി കൂടി വേണം. അല്ലെങ്കിൽ ഖുർആനിന്റെ ശരിയായ ആശയം ജനങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അത് അറബികളായ ആളുകൾക്ക് ഖുർആനിന്റെ ഭാഷയാകുന്ന അറബി അറിയാത്തത് കൊണ്ടല്ല, കേവലമായ ഭാഷയ്ക്കപ്പുറമുള്ള ഇലാഹി നിയമമാണ് ഖുർആൻ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അറബി അറിയുന്നവന് ഖുർആൻ മനസ്സിലാക്കാമെന്ന് വരില്ല. സ്വഹാബികളുടെ കാലഘട്ടത്തെ പോലെ അറബുൽ അർബാഇനെ ലോകത്തെവിടെയും ആരും കണ്ടിട്ടില്ല. ഇന്നും ലോകത്തുള്ള അറബി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളിൽ മുഴുവനും 6-ാം നൂറ്റാണ്ടിലെ കുടിയന്മാരുടെ കവിത ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആധുനിക സാഹിത്യത്തിന് പ്രാചീന സാഹിത്യത്തോടുള്ള കടപ്പാട് പറഞ്ഞു തരാനാണ്. കഅബാലയത്തിന്റെ ഭിത്തികളിൽ തൂക്കിയിരുന്ന സപ്തകാവ്യങ്ങളെ ഇവിടുത്തെ അഫ്ളലുൽ ഉലമയും മറ്റ് പ്രിലിമിനറി കോഴ്സുകളിലുമെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അറബ് സാഹിത്യത്തിന്റെ ആധാരശിലകളായി അന്നത്തെ 6-ാം നൂറ്റാണ്ടിലെ കവിതയെ പരിഗണിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ കുടിയന്മാരും ബഹുദൈവ വിശ്വാസികളും അതുപോലെ തന്നെ പെണ്ണിനെയും മണ്ണിനെയും വിണ്ണിനെയും കള്ളിനെയും ഒക്കെ വർണ്ണിച്ചിരുന്ന കവിതകൾ പഠിക്കേണ്ട ഗതികേട് ഇന്നത്തെ വിദ്യാർത്ഥികൾക്കുണ്ടാകുമായിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ടത് അത്രയും സാഹിത്യ സാമ്രാട്ടുക്കളായിരുന്ന ആളുകളുടെ മുമ്പിലേക്കാണ് ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യ, പരിശുദ്ധമായ അറബിയിൽ പവിത്രമായ ഖുർആനിനെ അവതരിപ്പിക്കുന്നു. ഓ പുണ്യപ്രവാചക പ്രഭോ, അറബികളുടെ മുമ്പിലേക്ക് അറബിയിലുള്ള ഖുർആനായതുകൊണ്ട് തങ്ങൾക്ക് ദൗത്യമില്ലെന്നല്ല, ലിതുബയ്യിന ലിന്നാസി മാ നുസില, അവരറബിയായതുകൊണ്ട് ഖുർആൻ അറബിയിലായതുകൊണ്ട് അവർക്ക് വേദ്യമാകണമെന്നില്ല, അവർക്ക് ബോധ്യമാകണമെന്നില്ല. തങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. ലിതുബയ്യിന ലിന്നാസി മാ നുസില, അവതീർണമായ വേദത്തെ അവതരിപ്പിക്കപ്പെട്ട പുണ്യനബി അവതീർണരായ സമുദായത്തിന് ആശയങ്ങളെയും കോണ്ടെക്സ്റ്റുകളെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കാതെ ജനങ്ങൾക്ക് മനസ്സിലാവുകയില്ല എന്നാണ് ലോകൈക ഗുരുവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രപഞ്ചാധികാരിയായ അള്ളാഹുവിന്റെ പ്രഖ്യാപനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ 4 മദ്ഹബിന്റെ ഇമാമുകൾ പിൽക്കാലത്ത് വരുന്ന ജനങ്ങൾക്ക് 40 ലക്ഷമോ 50 ലക്ഷമോ 30 ലക്ഷമോ ഒക്കെയുള്ള ഹദീസുകൾ, ഇത് പറയുമ്പോഴാരും അത്ഭുതപ്പെടേണ്ടതില്ല. തബഖാത്തുൽ ഹനാബിലയിൽ 30-ലേറെ ലക്ഷം ഹദീസുകൾ മനഃപ്പാടമാക്കിയ ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. 40 ലക്ഷത്തിലേറെ ഹദീസുകളെ കുറിച്ച് ഇബ്നു ഷാഹീൻ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ലഭ്യമായ ഹദീസുകളെ മുഴുവനും സമാഹരിച്ചു. ആ കാലഘട്ടത്തിൽ സമാഹരിച്ച് വുദൂഇനെ കുറിച്ച് ലഭ്യമായ മുഴുവൻ ഹദീസുകളെയും മേശപ്പുറത്ത് വെച്ചിട്ടാണ് വുദൂഇന്റെ ഫർളും വുദൂഇന്റെ ശർത്തും വുദൂഇന്റെ സുന്നത്തും വുദൂ മുറിയുന്ന കാര്യങ്ങളും ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ലോകത്തോട് പറഞ്ഞു തന്നത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വിശുദ്ധമായ ഖുർആനിന്റെ വുദൂ സംബന്ധമായ ആയത്ത്, അതുപോലെ അതിന്റെ വ്യാഖ്യാന പർവങ്ങളായ ഹദീസുകൾ, ഇത് മുഴുവനും വെച്ചുകൊണ്ടാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുത്തെ മദ്ഹബിന്റെ വീക്ഷണം പറഞ്ഞത്. അവരെല്ലാവരും സ്വന്തമായ ആശയം പറഞ്ഞവരല്ല, പരിശുദ്ധമായ വേദത്തിന്റെയും വ്യാഖ്യാനത്തിന്റെയും നിയമങ്ങളെ പറഞ്ഞവരാണ്. അപ്പോൾ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകളുടെ റോൾ എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും താബിഈകളുടെയും കാലശേഷം അവരെ കാണാനും അവരിൽ നിന്ന് അറിയാനും കഴിയാത്ത ആളുകൾക്ക് അടിസ്ഥാനപരമായ നിയമങ്ങളെ അക്കമിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക.
സാധാരണക്കാരായ മുസ്ലിമീങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ്? സകാത്ത് സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മുഴുവൻ ഹദീസുകളുമല്ല. സകാത്ത് ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഏതനുപാതത്തിൽ കൊടുക്കണം, ഏതൊക്കെ വിഷയങ്ങൾക്ക് കൊടുക്കണം, ഇതാണ് സാധാരണക്കാരായ മുസ്ലിം ജനതയ്ക്ക് അറിയേണ്ടത്. അവർക്ക് അതിനുവേണ്ടി 2000-ൽ പരം വരുന്ന സകാത്ത് സംബന്ധമായ ഹദീസ് പഠിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഖുർആനിന്റെ ആയത്തുകളെ മുഴുവനും അവർക്ക് സ്വീകരിക്കാൻ അവസരം കിട്ടുമോ? ഇല്ല. അപ്പോൾ ലഭ്യമായ ആയത്തുകളുടെയും ഹദീസുകളുടെയും പശ്ചാത്തലത്തിൽ ഏതൊക്കെ വസ്തുക്കൾക്ക് സകാത്ത് കൊടുക്കണം, ഏത് അനുപാതത്തിൽ കൊടുക്കണം, അവകാശികൾ ആരൊക്കെയാണ്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഏതനുപാതത്തിലാണ് കൊടുക്കേണ്ടത്, അവകാശികളിൽ നിന്ന് ആരെങ്കിലും ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അവകാശികൾ നാട്ടിലില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അത് സമാഹരിച്ച് നൽകാൻ പറ്റുമോ, വ്യക്തികൾക്ക് സമാഹരിക്കാൻ പറ്റുമോ, ഗവൺമെന്റുകൾ ചെയ്യും പോലെ നാട്ടിലെ മഹല്ലുകൾക്ക് പറ്റുമോ? ഈ നിയമങ്ങളെ അക്കമിട്ട് പഠിച്ച് അടയാളപ്പെടുത്തുക എന്ന ദൗത്യമാണ് സകാത്തിന്റെ അധ്യായത്തിൽ ഇമാമുകൾ ചെയ്തത്. അനന്തരാവകാശത്തിന്റെ മുഴുവൻ ആയത്തുകളെയും പഠിക്കാൻ, അത് സംബന്ധമായ മുഴുവൻ ഹദീസുകളെയും സമാഹരിക്കാൻ, വിശേഷിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചന പ്രവർത്തന സമ്മത സമാഹാരമായ തിരുസുന്നത്തിന്റെ മുഴുവൻ നിവേദനങ്ങളും ഇവിടെ അന്യൂനമായി സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നിരിക്കെ അതിന്റെ നിയമങ്ങൾ മുഴുവനും സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ ആ കാലഘട്ടത്തിൽ പരിശ്രമിച്ചത്. ഒരു ഘട്ടമാണിത്. വിശാലമായ ഒരു വിഷയമാണ്. ഇത് എവിടെ പറയണമെന്ന് എനിക്കറിയില്ല. കുറച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. രണ്ടാമതായി മദ്ഹബിന്റെ ഇമാമുകളുടെ റോൾ എവിടെയാണ്? ഗണ്യതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ വിഷയത്തിലും ഗവേഷണത്തിന്റെ ആവശ്യമില്ല. മദ്ഹബ് വിരോധികളായ ആളുകൾ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഇസ്ലാമിനെയല്ലേ അവതരിപ്പിച്ചത്, പിന്നെന്തിനാണ് 4 ഇസ്ലാമിനെ ഉണ്ടാക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് മദ്ഹബിനെയും ഇസ്ലാമിനെയും അറിയില്ല എന്നതിന്റെ ബാലപാഠം പോലും അറിയില്ല എന്നതിന്റെ പ്രമാണമാണ് ഈ വാചകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖത്ഇയായ ദലീലുകൾ, ഖണ്ഡിതമായ പ്രമാണങ്ങളുള്ള ഒരൊറ്റ വിഷയത്തിലും ഗവേഷണത്തിന് പ്രവേശനമില്ല. നിസ്കാരം എത്ര നേരമാണ്? 5 നേരമാണ്. അത് ഖണ്ഡിതമായ പ്രമാണത്തോടെ വന്നതാണ്. ഗവേഷണത്തിന്റെ ആവശ്യമില്ല. ളുഹർ നിസ്കാരം എത്ര റക്അത്താണ്? 4 റക്അത്താണ്. അത് ഖണ്ഡിതമായ പ്രമാണത്തോടെ വന്നതാണ്. ഗവേഷണത്തിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അതെല്ലാം ഖണ്ഡിതമായി വന്നതുകൊണ്ട് അവിടെയൊന്നും ഗവേഷണത്തിന്റെയോ നിരീക്ഷണത്തിന്റെയോ ബലാബല പരിശോധനയുടെയോ ആവശ്യമില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ർ നിസ്കാരത്തിന്റെ സമയത്തെക്കുറിച്ച് വ്യത്യസ്ത നിവേദനങ്ങൾ ഉണ്ട്. ആ നിവേദനത്തിൽ എവിടെയാണ് അതിന്റെ കൃത്യമായ സമയം? വ്യത്യസ്ത നിവേദനങ്ങളും വ്യത്യസ്ത വീക്ഷണങ്ങളുമാണ് ഹദീസിൽ ഉള്ളത്. ഇവിടെ 2 ഹദീസ് കാണുമ്പോൾ അതിനെ കേവലമായി ഇഷ്ടമുള്ളതുപോലെ എടുക്കാൻ പറ്റില്ല. അതിനെ പ്രമാണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബലാബലം വെച്ചുകൊണ്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അസ്റിന്റെ സമയത്തിന്റെ തുടക്കവും വ്യാപ്തിയും എഴുതി വെച്ചു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് ലഭ്യമായ ആധികാരിക രേഖകൾ കൊണ്ട് നിയമം പറഞ്ഞു. ഗണ്ഡിതമായ നിയമം വന്ന ഒരൊറ്റ വിഷയത്തിലും ഗവേഷണം ആവശ്യമില്ല. ആ ഗണ്ഡിതമല്ലാത്ത വിഷയങ്ങളിൽ ഹദീസുകളിൽ വ്യത്യസ്ത നിവേദനങ്ങൾ കണ്ടാൽ ഏതിനെയാണ് പ്രാബല്യം നൽകേണ്ടത്, ഏതിനെയാണ് കൂടുതൽ സ്വീകരിക്കേണ്ടത്, ഏതാണ് മോർ കറക്റ്റ്? എല്ലാം കറക്റ്റ് തന്നെയാണ്, പക്ഷേ മോർ കറക്റ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ യോഗ്യരായ പണ്ഡിതന്മാര് ഗവേഷണം നടത്തണം. അല്ലാതെ കേവലമായ ജസ്റ്റ് പരിഭാഷയുടെ ആള് ഗവേഷണം നടത്തിയിട്ട് കാര്യമില്ല. ആ ഗവേഷണം നടത്താനുള്ള യോഗ്യത എന്താണ്? ഗവേഷണത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസുകളുടെ ലഭ്യതയാണ് ഒന്നാമത്തേത്.
അഥവാ ഗവേഷണം നടത്തേണ്ട പ്രമാണത്തിന്റെ ലഭ്യതയാണ്. ഗവേഷണം നടത്തേണ്ട പ്രമാണമേതാണ്? അഖ്വാലു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളുടെയും പ്രവൃത്തികളുടെയും സമ്മതങ്ങളുടെയും സമീക്ഷകളാണ്. ഇമാം ഷാഫിഈ തങ്ങളുടെ കാലത്തും ഇമാം അബൂ ഹനീഫ തങ്ങളുടെ കാലത്തും താബിഈങ്ങളിൽ നിന്ന് താബിഉകളിൽ നിന്ന് പരിശുദ്ധമായ ഹദീസ് കൂടുതൽ ലഭ്യമാണ്. അതുപോലെ ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി വരെയുള്ള 4 മദ്ഹബിന്റെ ഇമാമുകൾക്കും ഗവേഷണത്തിന് ആവശ്യമായ റോ മെറ്റീരിയലാകുന്ന പരിശുദ്ധമായ ഹദീസ് ആവശ്യം പോലെ ലഭ്യമാണ്. അവര് 4 പേരും ആരാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. ചില മൗലവിമാര് വിചാരിച്ചു പോയി ഒരു പട്ടമെടുത്ത് ഞങ്ങളെപ്പോലെ എവിടെങ്കിലും ഇരുന്ന ഒരാളാണ്. അല്ല അല്ല, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 17 വിജ്ഞാന ശാഖകളിൽ അവഗാഹ പാണ്ഡിത്യമുള്ള ആളാണ്. ആ കാലഘട്ടത്തിലെ മുഴുവൻ ബുദ്ധിരാക്ഷസന്മാരെയും പരാജയപ്പെടുത്തിയ ബുദ്ധിമാനാണ്. സമകാലികര മുഴുവനും തോൽപ്പിക്കുന്ന അത്രയും ഓർമ്മശക്തിയുള്ള ആളാണ്. അതിലെല്ലാം ഉപരി ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആബിദാണ്. നഹറു അബീ ഹനീഫത ലിൽ ഇഫാദാ വലൈലു അബീ ഹനീഫത ലിൽ ഇബാദാ. പാതിരാത്രിയുടെ പഴുതിൽ പരപരാ വെളുക്കുന്നത് വരെ ആരാധനയിൽ ആമഗ്നരായിരുന്ന ആധ്യാത്മിക ഗുരുവായ അബൂ ഹനീഫ ഇമാം തങ്ങൾ പകലന്തിയോളം പരിജ്ഞാനത്തിന്റെ പറുദീസകളിൽ പര്യവേക്ഷണത്തിന്റെയും പഠന നിരീക്ഷണങ്ങളുടെയും സബര്യ നിർവഹിച്ചിരുന്ന ഇമാമാണ് ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 40 കൊല്ലം ആദ്യ സമയം തന്നെ ഇശാ നിസ്കരിച്ചിട്ട് അതേ വുളൂ കൊണ്ട് സുബഹി നിസ്കരിക്കുന്നത് വരെ ആരാധനയിൽ നിന്ന മഹാനാണ് ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ. അപ്പോൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? മഹാനായ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ വിജ്ഞാനം ലോകം സമ്മതിച്ചതാണ്. സ്വഹാബികളെ കണ്ടയാളാണെന്നത് ചരിത്രം പറഞ്ഞതാണ്. ഹദീസുകൾ ലഭിച്ചയാളാണെന്നത് ചരിത്രം പറഞ്ഞതാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 17ഓളം വിജ്ഞാന ശാഖകളിൽ അവഗാഹമുള്ള ആളായിരുന്നെന്ന് ചരിത്രം പറഞ്ഞതാണ്. ഇങ്ങനെയെല്ലാം ലോകം മുഴുവനും അംഗീകരിച്ച എമിനന്റ് പേഴ്സണാലിറ്റിയാണ് ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ വാലിൽ കെട്ടാൻ ഇന്നുള്ള മുഴുവൻ ആലിമീങ്ങളും കൂടിയാലും പറ്റില്ല. അത്രയും വലിയ നേതാവാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹാഫിളാണ്. ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളെ സ്വഹാബികളിൽ നിന്നും താബിഈകളിൽ നിന്നും വ്യത്യസ്ത സാധ്യതകൾ മുഴുവനും പഠിച്ചയാളാണ്. ഒരു അറബി പദത്തിന്റെ ആക്യുറേറ്റ് പ്രയോഗം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ യോഗ്യനാണ്. ഇതെല്ലാമുള്ള അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. അവിടുത്തെ നിരീക്ഷണ വഴിയിൽ നിന്നുകൊണ്ട് പറയുന്നു, ഔലാമസ്തുമുൻ നിസാ എന്ന ആയത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു മസ്അല അടയാളപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞാൽ എവിടെയും എത്തുകയില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ തങ്ങളെ കുറിച്ച് മാത്രം സാധുവായ ഞാൻ സംസാരിച്ച 4 മണിക്കൂർ CD ഉണ്ട്. മാലിക് ഇമാം തങ്ങളെ കുറിച്ച് പറഞ്ഞ 2 മണിക്കൂർ CD ഉണ്ട്. ഷാഫി ഇമാം തങ്ങളെ കുറിച്ച് പറഞ്ഞ 6 മണിക്കൂർ CD ഉണ്ട്. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയെ കുറിച്ച് പറഞ്ഞ 3 മണിക്കൂർ CD ഉണ്ട്. അപ്പൊ 4 മദ്ഹബിന്റെ ഇമാമീങ്ങളെയും ഇമാമീങ്ങൾ എഴുതി വെച്ച മാനദണ്ഡങ്ങളോടെ വിശദീകരിച്ചിട്ടുണ്ട്.
ഇതെല്ലാം കൂടി ഒരല്പസമയത്തിനുള്ളിൽ പറയാൻ സാധ്യമല്ല. ചില വോള്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്, അപ്പോൾ വാങ്ങാവുന്നതാണ്. അതിലൊറ്റ വരിയും എന്റെ വക ഞാൻ പറഞ്ഞിട്ടില്ല. ഷാഫി ഇമാം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇമാം ബൈഹഖിയോ റാസിയോ പറഞ്ഞതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇമാം അബൂ ഹനീഫ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഖൈറാത്തിൽ രേഖപ്പെടുത്തിയതോ അല്ലെങ്കിൽ സവാനിഹ് ഇമാം അബൂ ഹനീഫയിൽ രേഖപ്പെടുത്തിയതോ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ എഴുതിയതല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയെ കുറിച്ച് പറയുമ്പോൾ ഇമാം ഇബ്നുൽ ജൗസി എഴുതിയ 800-ൽ പരം പേജുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അതും സമാനമായ ഗ്രന്ഥങ്ങളിൽ നിന്നുമല്ലാതെ പറഞ്ഞിട്ടില്ല. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അതുപോലെ ഇമാമിയങ്ങളെ കുറിച്ചും ഓഥന്റിക് റഫറൻസ് ഇല്ലാതെ ഒരു പരാമർശവും റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ നടത്തിയിട്ടില്ല. നിങ്ങൾക്കതൊക്കെ കേൾക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന വേളയിൽ മദ്ഹബിനെ വേണോ വേണ്ടയോ എന്ന് ചോദിക്കുന്ന ആളുകളുടെ മുമ്പിൽ പറയട്ടെ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരായത്തിനെ നോക്കിയതുപോലെ നോക്കാൻ കഴിവുള്ള ഒരൊറ്റയാളും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അപ്പോഴാണോ നിന്റെ ജസ്റ്റ് വേർബൽ ട്രാൻസ്ലേഷൻ ഓഫ് ഖുർആൻ, ഖുർആനിന്റെ കേവലമായ വാചിക പരിഭാഷയുമായി വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഈ ഖുർആൻ പരിഭാഷയും ഹദീസ് പരിഭാഷയും മതിയെന്ന്. അത് തീർത്തും അസംബന്ധമാണ്. അവർക്ക് അടിസ്ഥാനപരമായി ദീനിന്റെ നിയമം അറിയാത്തതാണ്. ഒരു ഉദാഹരണം പറയട്ടെ. ഇമാം കർമാനി രേഖപ്പെടുത്തുന്നു, ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ കാണാം, പരിശുദ്ധമായ റമളാൻ മാസമാകുമ്പോ പള്ളിയിലൊക്കെ നമ്മൾ വഅദിൽ കേൾക്കാൻ പോണതാണ്. എന്തേ കേൾക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറാബി വരുന്നു. നബിയെ, ഞാൻ നോമ്പെടുത്തിട്ട് എൻ്റെ ഭാര്യയുമായി വീട് കൂടി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം നാട്ടിലറിഞ്ഞപ്പോ നാട്ടുകാർ മുഴുവനും തല്ലാനിറങ്ങി. നീ നോമ്പും പിടിച്ചിട്ട് ഈ പണിക്ക് നടന്നതാണോടാ? എല്ലാവരും ഭയപ്പെടുത്തി. ജീവിച്ചിരിക്കുകയാണ് അവസാന വാചകമായ റഹ്മത്തുൽ ലിൽ ആലമീൻ. സുബ്ഹ് ത്വയ്ബാ മേ ഹുയി ബൾതാ ഹേ ബാളാ നോഴ് കാ ആയാ ഹേ സായാ നോഴ് കാ ആയാ ഹേ താരാ നോഴ് കാ. പ്രഭാവത്തിന്റെ പ്രപഞ്ചമായ പുണ്യപ്രവാചകരുടെ പ്രകർഷ്ട സാന്നിധ്യമാണ് മദീനയുടെ മലർവനിയിലുള്ളത്. ആ തിരുദൂതരുടെ തിരുസവിധത്തിലേക്കൊന്ന് പോയി പരിഹാരം തേടാം. അയറാബി എന്ന് പറഞ്ഞു, നബിയെ സംഭവിച്ചു പോയി. അതിന്റെ പരിഹാര മാർഗങ്ങളെല്ലാം പറഞ്ഞു. അവസാനം അവിടുന്ന് അല്പം സദഖയുടെ കാരക്ക കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഇത് കൊണ്ടുപോയി നിന്റെ ഗ്രാമത്തിലെ ഏറ്റവും പാവപ്പെട്ടയാൾക്ക് കൊടുക്കണം. അപ്പൊ അയാള് പറഞ്ഞു, എന്റെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ആള് ഞാൻ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. ഹത്താ ഗലത് നവാജിദുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരി പുഞ്ചിരിയാണ്. കടകട എന്ന ചിരി ഹബീബ് ചിരിച്ചിട്ടില്ല. ചിരിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വിടർന്ന ചിരി തേറ്റപ്പല്ല് കാണുന്നത് വരെയുള്ള ചിരിയാണ്. മവാഖിഫു ലഹിക ഫീഹൻ നബി എന്നൊരു ഗ്രന്ഥമുണ്ട്. നബിതങ്ങൾ ചിരിച്ച രംഗങ്ങളെ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടർന്നൊന്ന് ചിരിച്ചു. കാരണം ഇയാളോട് പരിഹാരങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനം സദഖയുടെ കാരക്കയും വാങ്ങിയിട്ടാണല്ലോ പോകുന്നത്. ഈ കാരക്കയും കൊണ്ട് തിരിച്ച് പഞ്ചായത്തിലേക്ക് ചെന്നപ്പോ അവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ആക്ഷനാണ് എടുത്തതെന്നറിയാൻ. അപ്പൊ ഈ അഅറാബി ചെന്നിട്ട് പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൊട്ട കാരക്ക തന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ പണക്കാര് മുഴുവനും എനിക്ക് കാരക്ക തരണമെന്ന് പറഞ്ഞു എന്നാണ് അയാൾ തിരിച്ചുപോയി പറഞ്ഞതെന്ന് അർ-റഹ്മൽ മുഹ്ദാ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ രംഗം, ഈ ഹദീസ് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നമുക്ക് ചിരിയാണ് വരുന്നത്. പക്ഷേ
ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് 700 മസ്അലകളാണ് ഇമാമുകൾ കണ്ടുപിടിച്ചു പോയത് കേട്ടോ. 100 കണക്കിന് മസ്അലകളാണെന്ന് ഇമാം കർമാനി പറയുന്നുണ്ട്. നമ്മളൊക്കെ വെച്ചോതുന്ന സ്വഹീഹുൽ ബുഖാരിയില്ലേ, അതിന്റെ സൈഡിൽ കർമാനിയുടെ ഖൗൽ അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്ന് സ്വതന്ത്രമായി ഇമാം കർമാനിയുടെ വ്യാഖ്യാനം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ നോക്കിയാൽ കാണാം റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് 100 കണക്കിന് മസ്അലകളാണ് ഇമാമിങ്ങൾ കണ്ടെടുത്തത്. പക്ഷേ ജസ്റ്റ് ട്രാൻസ്ലേഷൻ വായിക്കുന്ന മൗലവിമാർക്കോ മുസ്ലിയാമാർക്കോ അതൊരു രസമുള്ള ഹദീസ് എന്നല്ലാതെ കൂടുതൽ നിയമങ്ങളൊന്നും ലഭ്യമല്ല. ഇതുപോലെയാണ് മഹാന്മാരായ ദിഷണാശാലികളുടെ കണ്ണ്. നമ്മളിങ്ങനെ ചവിട്ടി തേച്ചു പോകുന്ന മണ്ണിലല്ലേ. ഇവിടുന്ന് നല്ല സയൻസ് പഠിച്ചയാൾ നോക്കുമ്പോ ഇവിടുത്തെ മണ്ണ് കണ്ടില്ലേ, എഞ്ചിനീയർമാര് ബിൽഡിംഗ് പണിയാൻ നേരം മണ്ണെടുത്തുകൊണ്ട് പോകുന്നത് എന്തിനാണ്? സ്ട്രക്ചറൽ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയാണ്. എത്ര കമ്പിയാണ് ഇടേണ്ടത്, എത്ര ആഴത്തിലാണ് കമ്പി ഇടേണ്ടത്, ഇതറിയാൻ പള്ളി പണിയുന്നതിന് മുമ്പ് എഞ്ചിനീയർ മണ്ണെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മണ്ണെടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇതുപോലെയാണ് മഹാന്മാരായ ഇമാമുകൾ ആവശ്യമായ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇതിൽ എത്ര വെയിറ്റുള്ള ബിൽഡിംഗ് താങ്ങണം, 3 ഫ്ലോറുള്ള പള്ളി പണിയണമെങ്കിൽ ഇവിടെ ഇത്ര ആഴത്തിൽ ഇത്ര mm കമ്പി ഇത്ര ക്രോസ് ബാറോടുകൂടി വേണമെന്ന് എഴുതാൻ എഞ്ചിനീയർക്ക് കഴിയുന്നത് എഞ്ചിനീയറുടെ ദിഷണയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശദീകരിക്കാനുള്ള ദിഷണയാണ് അഇമ്മത്തിന്റെ കയ്യിലുള്ളത്. അവര് നോക്കിപ്പോയി. നഹ്നു സ്വയാദിലതു അൻതുമുൽ അത്തിബ്ബാ, ഞങ്ങള് മെഡിക്കൽ സ്റ്റോറുകാരാണ്, നിങ്ങള് വൈദ്യന്മാരാണ്. ഹദീസ് പഠിച്ച മുഹദ്ദിസീങ്ങൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോട് പറഞ്ഞ പ്രയോഗമാണ്. ഞങ്ങൾ മരുന്ന് പറിക്കുന്നു കുറുന്തോട്ടി, ഇത് കുറുന്തോട്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഏത് അനുപാതത്തിൽ ഏത് മരുന്നിലാണ് ചേർക്കേണ്ടതെന്ന് വൈദ്യന്മാർക്കേ അറിയൂ. അതുപോലെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ്, അതേതൊക്കെ അമലിന് നിബന്ധനയാക്കണം എന്ന് പറയാൻ ഹദീസ് പണ്ഡിതന്മാർക്ക് കേവലം കഴിയുന്നില്ല. അതേ സമയത്ത് ആ ഹദീസ് തന്നെ വെച്ചുകൊണ്ടാണ് ഇമാമുന ശാഫഈ തങ്ങൾ പറയുന്നു, നിസ്കാരത്തിന് വുളൂ വേണേ, വുളൂഇന് ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. ഫത്ഹുൽ മുഈൻ മാത്രം നോക്കിയാൽ കാണാം. എന്തിനാണ് മോനെ ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്? ലിൽ ഹദീസ് ഫീഹി, അതിൽ ഹദീസ് ഉള്ളതിനു വേണ്ടി. തക്ബീറത്തുൽ ഇഹ്റാം വേണം, ഫാത്തിഹ ഓതണം. എന്തിനു വേണ്ടിയാണ്? ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ് എന്ന ഹദീസിനു വേണ്ടി. അങ്ങനെ ഓരോ വിഷയത്തിനും കൈകെട്ടുന്നത് മുതൽ ഇങ്ങോട്ട് അത്തഹിയ്യാത്ത് വരെ ഓരോന്നിനുമുള്ള പ്രമാണങ്ങൾ ഒന്നുകിൽ ആയത്താണ്, അല്ലെങ്കിൽ ഹദീസാണ്, അല്ലെങ്കിൽ അസറാണ്, അല്ലെങ്കിൽ ഇത്തിബാഅാണ്. ഇങ്ങനെ ഓരോന്നിനും പ്രമാണം പറഞ്ഞിട്ടാണ് ഇമാമിങ്ങൾ ഗ്രന്ഥം എഴുതിയത്. അല്ലാതെ വെറുതെ അവരുടെ ഗ്രന്ഥങ്ങൾ രചന നടത്തിയിട്ടില്ല. അപ്പോൾ 4 മദ്ഹബിന്റെ ഇമാമുകളുടെ ഒന്നാമത്തെ റോൾ ആയത്തിന്റെയും ഹദീസിന്റെയും മുഴുവൻ വ്യാഖ്യാനങ്ങളും ലഭിക്കാത്ത തലമുറയ്ക്ക് അതിൽ നിന്ന് വേണ്ട നിയമങ്ങളെ അക്കമിട്ട് അടയാളപ്പെടുത്തി കൊടുത്തു. പിന്നീടോ അവരുടെ വൈജ്ഞാനിക വ്യാപ്തിയിൽ നിന്നുകൊണ്ട് ഓരോ ആയത്തിന്റെയും ഹദീസിന്റെയും ഉള്ളറകളെ പരിശോധിച്ചു. മൂന്നാമതായി അവർ ചെയ്ത പണി എന്താണെന്നറിയുമോ? ഗണ്ഡിതമായ തെളിവ് വരാത്ത വിഷയങ്ങളിൽ ആവശ്യമായ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നിയമങ്ങളെ കണ്ടുപിടിച്ചു. ഉദാഹരണമായി പറഞ്ഞാൽ 50ഓളം വിഷയങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, ഇമാമിയങ്ങൾ എഴുതി വെച്ചത് കണ്ടില്ലേ? അതാ, ഒരു മനുഷ്യന്റെ ശരീരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി അതിനെ കീറാൻ ഉപയോഗിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ഇഷ്യൂ ആണോ? അല്ല.
ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സ്റ്റുഡൻസ് മരിച്ചുപോയ അലിയമ്മർ കാക്കയുടെ ശരീരം എടുത്ത് അവിടെ വെച്ചു. ഞങ്ങൾക്ക് ഇത് കീറി ഒന്ന് പഠിക്കട്ടെ, വൃക്ക എവിടെയാണ്, മറ്റേത് എവിടെയാണ്, ഇതെവിടെയാണ്, എല്ലാം പഠിക്കട്ടെ. ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്ത്? ഒരു മുസ്ലിമിന് ഇസ്ലാം സമഗ്രമാണെങ്കിൽ അതിന്റെ നിയമം പറയണം. ഇസ്ലാം സമഗ്രമാണെങ്കിൽ അതിന്റെ നിയമം പറയണം. ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, ആയത്തിന്റെയും ഹദീസിന്റെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഫുഖഹാക്കൾ അടയാളപ്പെടുത്തി, മറ്റൊരു ജീവിയിലൂടെ പഠിക്കാവുന്ന വിഷയത്തിന് വേണ്ടി മനുഷ്യന്റെ ബോഡി ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലേ. മരിച്ചുപോയ മനുഷ്യന്റെ ഡെഡ് ബോഡി ഉപയോഗിക്കാൻ പറ്റുമോ? ഇതിൽ നിയമം പറയാൻ, ഒരായത്ത് കൊണ്ടുവരാൻ പ്രിയപ്പെട്ട സഹോദരാ, ഖുർആൻ പരിഭാഷവാദികൾക്ക് കഴിയില്ല.